ഹായ് ഓൾ, എല്ലാവർക്കും ക്രിയേറ്റീവ് എക്സ്പ്ലോഷൻ്റെ മറ്റൊരു തകർപ്പൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നോക്കിയയുടെ 4-in-1 കൺവേർട്ടിബിൾ 110 3-star സ്പ്ലിറ്റ് ഇൻവെർട്ടർ എ സിയുടെ വിശേഷങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് എന്നുള്ളൊരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കാണിക്കാം. വളരെ മികച്ച ഒരു പാക്കിങ്ങിൽ തന്നെയാണ് വിയ കൊറിയർ ഫ്ലിപ്കാർട്ട് ഇത് വീട്ടിലേക്ക് ഡെലിവറി ചെയ്തിരിക്കുന്നത്. അധികം സമയം കളയാതെ തന്നെ നമുക്ക് ഇതിൻ്റെ പാക്കേജിനകത്തുള്ള ഇൻഡോർ യൂണിറ്റ് ഒന്ന് നോക്കാം. ഇൻഡോർ യൂണിറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ബ്ലൂ ഫിൻ ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നോർമലി ഒരു അലുമിനിയം കോട്ടിംഗ് അല്ലെങ്കിൽ ഗോൾഡൻ ഫിൻ അല്ലെങ്കിൽ ബ്ലൂ ഫിൻ ആണ് വരുന്നത്. ബ്ലൂ ഫിൻ ആണ് ഏറ്റവും കൊറോസീവ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കോട്ടിംഗ്. ഏറ്റവും ടോപ്പ് ആൻഡ് കോട്ടിങ് ബ്ലൂ ഫിൻ കോട്ടിംഗ് തന്നെയാണ്. എപ്പോഴും സ്പ്ലിറ്റ് അല്ലെങ്കിൽ ഇൻവെർട്ടർ എ സീസ് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മുൻകൂട്ടി അതിൻ്റെ സർവീസ് ടെക്നീഷ്യന്മാരോട് ഇതുപോലൊരു വാക്യൂം പമ്പ് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കണം. ജീവ്സ് എന്ന് പറയുന്ന ഏജൻസിയിൽ നിന്നാണ് ഇൻസ്റ്റോളേഷനായിട്ട് സർവീസ് ടെക്നീഷ്യന്മാർ നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. വളരെ മികച്ച രീതിക്കുള്ളൊരു ഇൻസ്റ്റോളേഷൻ തന്നെയായിരുന്നു അവർ ചെയ്തിരുന്നത്. ഈ നോക്കിയയുടെ എ സിയുടെ ഉള്ളിൽ പാക്കേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു 16 ആംപിയറിൻ്റെ 3-pin പ്ലഗ് മിസ്സിംഗ് ആണ്. മിസ്സിംഗ് അല്ല, ഇതിൻ്റെ കൂടെ വരുന്നില്ല, നമ്മൾ പർച്ചേസ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഔട്ടർ പൈപ്പിൽ ചുറ്റുന്ന ഇതുപോലൊരു കൂളിംഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കോട്ടിംഗ് ടേപ്പ് അതും മിസ്സിംഗ് ആണ്. ടെക്നീഷ്യന്മാരെ നേരത്തെ അറിയിച്ചിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ മേടിച്ചു വെച്ചിരിക്കണം. ഔട്ട്ഡോർ യൂണിറ്റ് വളരെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് ഔട്ട്ഡോർ യൂണിറ്റ്, ഇൻഡോർ യൂണിറ്റ്, അതിൻ്റെ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഈ ഫാനിന് ബ്ലാക്ക് കളർ കൊടുത്തത് എനിക്ക് കുറച്ച് അരോചകമായിട്ട് തോന്നി. വൈറ്റ് കളർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മികച്ചതായിരുന്നേനെ. ഇതിൻ്റെ മറ്റുള്ള വോൾട്ടേജ് വാല്യൂസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിലും ബ്ലൂ ഫിൻ ടെക്നോളജി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും ഇതുപോലുള്ള ഇൻവെർട്ടർ എ സീസ് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇതുപോലെ വാക്യൂം പമ്പ് വെച്ച് തന്നെ ഫിറ്റിംഗ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റിയും ഈ പ്രോഡക്റ്റ് ഒരുപാട് ലാസ്റ്റിംഗ് ചെയ്യൂ. അതുപോലെ തന്നെ ലീക്കിംഗ് ഉണ്ടോ എന്ന് ഇതുപോലെ പമ്പ് കണക്ട് ചെയ്തിട്ട് തന്നെ ചെക്ക് ചെയ്യണം. ആ മീറ്ററിൽ എന്തെങ്കിലും വാല്യൂ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ലീക്കിംഗ് ഉണ്ട് എന്നാണ് അർത്ഥം. കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ കുറച്ച് സോപ്പ് സൊല്യൂഷനോ അങ്ങനെ എന്തെങ്കിലും തളിക്കുകയാണ്. അതും ഇവർ ചെയ്യും. പക്ഷേ ഈ മീറ്ററിൽ വാല്യൂസ് വ്യത്യാസം വരാത്ത രീതിക്ക് ഉള്ള ആ ചെക്കിംഗ് ആണ് ഏറ്റവും പ്രോപ്പർ ചെക്കിംഗ് എന്ന് പറയുന്നത്. ഈ എ സിയുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയത്, നോർമലി നമ്മുടെ ഈ ഒരു സ്വിങ്ങിങ്, അതായത് ഈ ഫിന്ന്, അതിൻ്റെ ആ ഒരു സ്വിങ് എന്ന് പറയുമ്പോൾ മുകളിലേക്കും താഴേക്കുമാണ് അതിൻ്റെ ബ്ലേഡ് സാധാരണ ചലിക്കാറുള്ളത്. ഇതിൽ വളരെ മനോഹരമായി ആ നടുക്കുള്ള ബ്ലേഡ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ചലിക്കുന്നത് നിങ്ങൾക്ക് കാണാം. 4-way സ്വിങ് എന്നാണ് നോക്കിയ ഇതിനെ പറയുന്നത്. മാത്രമല്ല, ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ IR സെൻസർ ഇരിക്കുന്നത് കാണാം. ടാർഗറ്റഡ് എയർ ഫ്ലോ ബേസ്ഡ് ഓൺ ഹ്യൂമൻ മൂവ്മെൻറ്റ് എന്നാണ് നോക്കിയ അതിനെ പറയുന്നത്. അതായത് ഒരു ആൾ അങ്ങോട്ടും ഒരു റൂമിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിക്കുകയാണെങ്കിൽ ആ മോഷൻ ഡിറ്റക്റ്റ് ചെയ്ത് എ സിയുടെ വെൻറ്റ് അതിനനുസരിച്ചേക്ക് ആ ആളിലേക്ക് തിരിയും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. സ്റ്റെബിലൈസർ ഫ്രീ ഓപ്പറേഷനാണ് ഈ എ സിക്ക് വരുന്നത്. മാത്രമല്ല, ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കുവാണെങ്കിൽ അതായത് ഇതിൻ്റെ ഒരു നെറ്റും ആ കാര്യങ്ങളിൽ നോക്കുവാണെങ്കിൽ 6 ലെവൽ എയർ ഫിൽട്രേഷനാണ് നോക്കിയ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇൻക്ലൂഡിങ് ആക്ടിവേറ്റഡ് കാർബൺ വരെ ഇതിൻ്റെ ഫിൽറ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ടണ്ണേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മുടെ റൂമിൻ്റെ സൈസിന് അല്ലെങ്കിൽ റൂമിനകത്തുള്ള ആൾക്കാർക്ക് അനുസരിച്ച് 40%, 60%, 80%, 100% അങ്ങനെ നമുക്ക് ടണ്ണേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ റിമോട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബാക്ക് ലൈറ്റ് LED ഉള്ള ഒരു സ്ക്രീൻ തന്നെയാണ് ഈ റിമോട്ടിൽ വരുന്നത്. ഈ ബട്ടൺസ് മാത്രം നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആവും. നമ്മൾ മാനുവലി വായിച്ച് നന്നായിട്ട് പഠിക്കേണ്ടി വരും. കാരണം ഈ ബട്ടൺസിൻ്റെ കൂടെ ഇത് എന്ത് ബട്ടൺ ആണെന്ന് എഴുതിയിട്ടില്ല, ഓൺലി സിമ്പിൾസ് മാത്രമാണ് തന്നിരിക്കുന്നത്. അത് മാത്രമാണ് നമുക്ക് കുറച്ച് പാടായിട്ട് തോന്നുന്നത്. പക്ഷേ ഇത്രയും ബട്ടൺസും ഇത്രയും സെറ്റിങ്സും ഉള്ള സ്ഥിതിക്ക് അവർക്കത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുണ്ടായിരുന്നു കാണും. അതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെയും വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.